ഈ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെയും നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹം വേണം, അനുഗ്രഹിക്കണം, വിടുവിക്കണമെന്ന് ഒരിക്കലും ബ്രേക്ക് ത്രൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഓൾറെഡി ദൈവം നിന്റെ ബ്രേക്ക് ത്രൂ ആയിരിക്കുന്ന ദൈവം നിന്റെ കൂടെ ഇല്ലേ? വിശ്വാസവീരനായ ദൈവം നിന്റെ കൂടെ ഇല്ലേ? അത്ഭുതകരനായ മന്ത്രി നിന്റെ കൂടെ ഇല്ലേ? അപ്പൊ നമ്മൾ പറയേണ്ടത് എൻ്റെ കൂടെ ഈ ദൈവം. നമ്മൾ ഇനി എന്താണ് അനുഗ്രഹം, എങ്ങനെയാണ് നമ്മൾ പ്രാപിക്കുന്നത്? നമ്മൾ ഓരോ ദിവസവും ദിനം പ്രതി ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വെളിപ്പാടാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് ചെയ്യണം? തികഞ്ഞ ഒരു സ്നേഹം നമ്മുടെ അകത്തുണ്ടാകുവാൻ ഈ വചനം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. വചനത്തിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം കേൾവിയാൽ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താണ് നമ്മൾ കേൾക്കുന്നത്? നെഗറ്റീവായ കാര്യങ്ങളല്ല. നമ്മൾ ഈ ബൈബിൾ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സ്വയം അത് കേൾക്കുകയാണ്. പ്രൈസ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ രാപകൽ വചനം ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അല്ലാതെ പാഷന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല ഇല വാടാത്തതുപോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ, വചനത്തെ രാപകൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യന് അവൻ ഒരിക്കലും വാടിപ്പോകാതെ, ഹല്ലേലൂയ, അവൻ തൊടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പറയുന്നു.